الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികൾ, വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന സച്ചരിതരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഭൂരിപക്ഷം ദിനങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു തീർന്നു. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട്, റമദാൻ ഒരു വിശ്വാസിയുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. എന്നാൽ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ് എങ്കിൽ റമദാനിലെ അവസാനത്തെ 10 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ സൽക്കർമ്മങ്ങളുടെ വിളവുകാലമാണ് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാരണം ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളിൽ ഈമാനികമായി അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സുദിനങ്ങളാണ്
നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഈ ദിവസം കഴിഞ്ഞ 20 ദിവസങ്ങളെക്കാൾ കഴിഞ്ഞ 20 ദിവസങ്ങൾ പുണ്യമായ പവിത്രമായ ദിവസങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കുള്ള സന്തോഷ വാർത്തയാണ്. സൽക്കർമ്മങ്ങളിൽ അതിവേഗം മുന്നോട്ട് ഗമിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിക്ക് ആവേശത്തോടുകൂടി സൽക്കർമ്മങ്ങളെ, അള്ളാഹുവിന്റെ സാമീപ്യത്തെ എത്തിപ്പിടിക്കാൻ അവൻ വെമ്പൽ കൊള്ളുന്ന സുദിനങ്ങളാണ് ഈ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേണ്ടത്ര പെർഫോം ചെയ്യാത്ത ആളുകളുണ്ടാവും. പല കാരണങ്ങൾ, അശ്രദ്ധമായി, വേറെ രോഗം കാരണത്താൽ, ജോലിത്തിരക്ക് കാരണത്താൽ, ഗൗരവം മനസ്സിലാക്കാതെ, കുടുംബപരമായ പ്രശ്നങ്ങളാൽ, അങ്ങനെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആഗ്രഹിച്ച എന്തോ ചില കാര്യങ്ങളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഒരു സ്ലോ മൂവ്മെന്റ് നടത്തിയ ആളുകളുണ്ടാവും. അങ്ങനെ സംഭവിച്ചേക്കാം. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ നിരാശപ്പെടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ, അതിനേക്കാൾ കൂടുതൽ അർത്ഥത്തിൽ നേടിയെടുക്കുവാൻ ഈമാനികമായി തീരുമാനമെടുത്താൽ അതിന് സാധ്യമാകുന്ന, അതിന് സൗകര്യമൊരുക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ഈ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സന്തോഷവാർത്തുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു അവസരം ഇനി നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത വർഷം ആരോഗ്യത്തോടുകൂടി, ബോധത്തോടുകൂടി ഈ ലോകത്ത് അവശേഷിക്കുന്നവരിലേക്ക് മാത്രമേ ഇനി ഇങ്ങനെയുള്ള ഒരു അവസരം തിരിച്ചു വരൂ എന്നുള്ള ഒരു ഗൗരവപ്പെട്ട ചിന്ത കൂടിയുണ്ട്. എത്രയോ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ. ഇതേപോലെ വെള്ളിയാഴ്ചകളിൽ റമളാനിന്റെ അവസാനത്തെ 10 സഫുകളിൽ തൊട്ടടുത്തിരുന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരിന്നില്ല. അടുത്ത വർഷം ദേ സഫിലിരുന്ന് അവസാനത്തെ 10 ഉപയോഗിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ കേൾക്കാൻ നമ്മുടെ കാതുവിടെ കാത്തിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അടുത്ത വർഷം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ബാക്കിയാകുന്നവരിലേക്ക് മാത്രമേ ഈ അവസരം ഇനി തിരിച്ചു വരൂ എന്നുള്ളൊരു ബോധവും കൂടി നമുക്കുണ്ടാവണം. ഒട്ടനവധി ശ്രേഷ്ഠതകളാണ്. എല്ലാവർക്കും, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സൂറത്താണ്. അതിൽ ഈ അള്ളാഹു ഈ അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠത പറഞ്ഞിരുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായിക വർ-റൂഹു ഫീഹാ മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ദിവസങ്ങളുടെ പുണ്യങ്ങളെ അല്പം ചില വചനങ്ങളിൽ പരിപൂർണമായി ഉൾക്കൊള്ളിച്ച പരിശുദ്ധ ഖുർആനിന്റെ അതിഗംഭീരമായ വചനമാണിത്. ഇന്നാ അൻസൽനാ, ഈ പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്, നിർണിതമായ രാവിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങൾ, ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന 1000 മാസങ്ങളിൽ നിരന്തരമായി സൽക്കർമ്മങ്ങളിൽ നിരതനായ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ ഈ ഒരു രാവ് ലഭിച്ച ഭാഗ്യവാനുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ സാരം. തനസ്സലുൽ മലായിക, ആ രാവിന്റെ പ്രത്യേകതയായി പറയുന്നു, മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണത്. വൽ മലായികത്തു വർ-റൂഹ്, ജിബ്രീലും ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഉറങ്ങുന്ന ആളുകൾക്കല്ല, അശ്രദ്ധമായിരിക്കുന്ന ആളുകൾക്കല്ല, കഴിഞ്ഞ രാവുകളെ ഉപയോഗിച്ചതുപോലെ തന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾക്കല്ല,
യാന്ത്രികമായി സഞ്ചരിക്കുന്നവർക്കുള്ളതല്ല. ബോധപൂർവമായി ഇടപെടുന്നവർക്ക് നേരം പുലരുവോളം അല്ലാഹുവിന്റെ സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഒറ്റയൊറ്റ രാവിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ കൊടുക്കും. കൈ നീട്ടുന്നവനെ ഉള്ളൂ എന്നാ പറഞ്ഞതിന്റെ സാരം. കടന്നു പോകുന്നവർക്കെല്ലാം ഇല്ല അവിടെ. മറിച്ച് ബോധപൂർവമായി കാത്തിരിക്കുന്നവർക്ക്, അത് അപേക്ഷിക്കുന്നവർക്ക്, അതിനുവേണ്ടി കൊതിക്കുന്നവർക്ക്, അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങുന്നവർക്ക്, മനസ്സിന്റെ ഒരുക്കത്തെ പോലെ തന്നെ ശരീരത്തെയും ഒരുക്കുവാൻ ആർജവമുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു സലാമുള്ളൂ എന്നാ പറഞ്ഞതിന്റെ സാരം. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരും ആ രാവിലൂടെ കടന്നുപോകും. അപ്പൊ തീരുമാനിച്ചുറച്ചവർക്ക് അവർക്കേ ഉള്ളൂ എന്നാ പറഞ്ഞതിന്റെ സാരം. ഇതിന്റെ ആയത്തിന്റെ അടിവരയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, സൂറത്ത് ഹമീം, അവിടെ പറഞ്ഞു, ഈ കിതാബ്, സ്പഷ്ടമായ ഈ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാവിലാണ് ഇറക്കിയത്. ആ രാവിൽ അള്ളാഹു യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കുന്ന രാവാണത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു രാവായത് കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയവും തന്നോടൊപ്പമുണ്ടായിരുന്ന സഹാബികളെയും തന്റെ വീട്ടിൽ കൂടെ കിടന്നിരുന്ന ഭാര്യമാരെയും എല്ലാം സജീവരാക്കിയിരുന്നു ഈ രാവിന് വേണ്ടി എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 കാലഘട്ടങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ ലവാഹിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. ഈ അശ്റുൽ ലവാഹിറിൽ, റമദാനിലെ അവസാനത്തെ 10 പ്രവാചകൻ മറ്റൊരിക്കലും പരിശ്രമിക്കാത്തത്ര കണ്ട് പരിശ്രമിക്കുമായിരുന്നു. അതുമാത്രമല്ല, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ശിദ്ദ മിൻസറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. പ്രവാചകൻ അവസാനത്തെ 10 മുണ്ടു മുറുക്കിയെടുക്കുക എന്ന് പറയാറില്ലേ? എന്തിനും തയ്യാറായി കുതിക്കാൻ, സൽക്കർമ്മങ്ങളിലേക്ക് കുതിക്കാൻ മാനസികമായി ഒരുങ്ങിയിരുന്നു. ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഒരുക്കം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഒരുക്കം അല്ലേ? ഓടാൻ വേണ്ടി തയ്യാറാകുന്ന ആൾക്ക് ഓട്ടക്കാരൻ ഒരു വിസില് കേൾക്കേണ്ടുന്ന താമസം കുതിക്കാൻ വേണ്ടി ഒരു തയ്യാറായി നിൽക്കലുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 സൽക്കർമ്മങ്ങളിലേക്ക് ഗമിക്കാൻ തയ്യാറായിരുന്നു. അതുമാത്രല്ല, രാവിനെ സജീവമാക്കിയിരുന്നു. കുടുംബത്തെ ഉറങ്ങാൻ വിട്ടിരുന്നില്ല, കുടുംബത്തെ എല്ലാം എഴുന്നേൽപ്പിച്ചിരുന്നു. അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ 10. അങ്ങനെയാണ്. കാരണം ആണുങ്ങളിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല, അത് പെണ്ണുങ്ങൾക്കും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗ ആകാശ ഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിവരുവിൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ പരിപൂർണമാക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10. നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടോ? അവസാനത്തെ 10 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു മാനസികമായ ഒരുക്കുണ്ടായിട്ടുണ്ടോ? സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ, എന്താണ് അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ പറയേണ്ടത്? പ്രവാചകൻ ആദ്യമായി ചെയ്തത് എന്താണെന്നറിയോ? ലൈലത്തുൽ ഖദറിനെ പ്രാർത്ഥനയുമായി ലിങ്ക് ചെയ്യുക ചെയ്തത്. പ്രാർത്ഥനയുമായി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. പ്രവാചകരെ അല്ലാഹുവേ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്, അല്ലാഹുവേ അഫ്വ് ഇഷ്ടപ്പെടുന്നവനാണല്ലോ നീ,
അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ അഫൂവാണ്, അഫൂവ് ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നാ ഔ ഫഅഫു അന്നീ, അല്ലാഹുവേ എന്റെ എല്ലാ പാപങ്ങളിലും എനിക്ക് വിട്ടുവീഴ്ച നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സഹോദരന്മാരെ, അങ്ങനെ നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടത്? ഏതെങ്കിലും ഒരു സമയം ആരെങ്കിലും പ്രാർത്ഥിക്കും, ഇമാം പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാനെന്നുള്ളതല്ല, മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്വഹാബികളും പ്രവാചകനും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഖുർആൻ, ഈ രാവ് റമദാൻ എന്ന് പറഞ്ഞ ഖുർആനിനെ മൊത്തത്തിലായിക്കൊണ്ട് പവിത്രമാക്കിയെങ്കിൽ ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങിയ രാവിനെ പ്രത്യേകമാക്കിയതാണ് പവിത്രമായി 1000 മാസങ്ങളെക്കാൾ പുണ്യമാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവന് അടുത്തതായി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകേണ്ടത് ഖുർആനിനോടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 ജുസ് ഓതിയാള് 2 ജുസ് ഓതാൻ ശ്രമിക്കണം. കാരണം എന്താണ്? ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറായത് ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുപ്പം എനിക്ക് അവസാനത്തെ 10 ഖുർആനിനോടാണ്. എല്ലാം മാറ്റിക്കുക, സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ വായിക്കാൻ ശ്രമിക്കുക, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ഖുർആനിനോട് അടുപ്പം ഉണ്ടാവണം. 1 ജുസ് ഓതിയവർ 2 ജുസ്, ഇനി 1 ജുസ് ഓതാത്ത ആളുകളുണ്ടാവും, അവർ 1 ജുസ് ഓതാൻ ശ്രമിക്കണം. 1 പേജ് ഓതിയവരുണ്ടാവും, അവര് 5 പേജ് ഓതാൻ ശ്രമിക്കുക. തീരെ ഓതാത്തവരുണ്ടാവും, തീരെയും ഖുർആൻ ഓതാത്തവരുണ്ടാവും. വെറുതെ സഹോദരന്മാരെ, ഒന്നും അറിയില്ല, ഖുർആൻ നൂർത്തി വെക്കുക. അറബി വായിക്കാൻ അറിയില്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് അറിഞ്ഞൂടെ, സൂറത്ത് ഫാത്തിഹ അറിഞ്ഞൂടെ, സൂറത്ത് നാസ് അറിഞ്ഞൂടെ, ഖുർആൻ ഓതി എടുത്തിട്ട് വെറുതെ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്നത് പാരായണം ചെയ്യുക. അറിയാവുന്നത് ഖുർആൻ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക. അറബി വായിക്കാൻ അറിയാത്ത എത്ര ആളുകൾ ഉണ്ടാവാം, അവർക്ക് നോക്കി വായിക്കാൻ അറിയില്ല. വേണ്ട, ഖുർആൻ തുറക്കുക, വെറുതെ സൂറത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതുക, ഖുൽ അഊദു ബിൽ ഫലഖ് ഓതുക, ഖുൽ അഊദു ബിൻ നാസ് ഓതുക. വേറെ ഏതാണോ അറിയാവുന്നത് വെറുതെ. എന്തിനാണെന്നറിയോ? അങ്ങനെ തുറന്നു പിടിച്ച് ലൈലത്തുൽ ഖദറിൽ ഖുർആനിനോടൊരു മാനസികമായ അടുപ്പുണ്ടാക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം, തൗഫീഖ് അല്ലാഹു നൽകും. കാരണം ഖുർആനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ആരും നിരാശരാവേണ്ട. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറക്കി നൽകുന്ന, ചൊരിഞ്ഞു നൽകുന്ന സുദിനങ്ങളാണിന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിലേക്ക് വരാൻ, പാപമോചനത്തിലേക്ക് വരാൻ, ഖുർആൻ പാരായണങ്ങളിലേക്ക് വരാൻ, ദാനധർമ്മങ്ങളിലേക്ക് വരാൻ, നല്ല മനസ്സുള്ളവരാവാൻ, പിണക്കങ്ങൾ തീർക്കാൻ, അടുപ്പങ്ങൾ ചേർത്തുവെക്കാൻ, ഇതിനെല്ലാം ഈ നല്ല സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധികൾ, വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ അവസാനത്തെ 10 നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വലിയൊരു ആരാധനാക്രമമാണ് ദാനധർമ്മങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. സക്കാത്ത് നമ്മളെല്ലാരും കൊടുത്തിട്ടുണ്ടാവും, എന്നാൽ അതിന്റെ ഗൗരവം അറിയാത്ത ചില ആളുകളുണ്ടാവും. അള്ളാഹു നമ്മുടെ മനസ്സിനെ, നമ്മളൊന്ന് തീരുമാനിച്ചാൽ മതി, അള്ളാഹു അടുപ്പിച്ചിരും, നമ്മുടെ മനസ്സിനെ ഇണക്കിത്തരും. കാരണം എന്താ അറിയാം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇരട്ടി വേണോ, ഇരട്ടിയാണോ? വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. പലിശയാണ് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ആളുകളൊക്കെ ഉപയോഗിക്കുക. അള്ളാഹ് പറയാണ്, അള്ളാഹിന്റെ അടുത്ത് ഒന്നും സംഭവിക്കൂല പലിശ കൊണ്ട്, നാശമാണ്. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സക്കാത്ത് നൽകിയാൽ അവർക്കാണ് ഇരട്ടിയുള്ളത്. അള്ളാഹു ഇരട്ടി നൽകുമെന്നതാണ്. കച്ചവടക്കാരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാറുണ്ട്, യാ മഅ്ശറ തുജ്ജാർ ഇന്നൽ ബൈഅ യഹ്ളുറുഹു ലഹ്വു വൽ ഹലിഫ്
ഫശൂബൂഹു ബിസ്സദഖ. ഈ കച്ചവടക്കാരെ, നിങ്ങളെ സ്വത്തില് ചെറിയ ചെറിയ അഴുക്കുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫശൂബൂ, അതിനെ ശുദ്ധീകരിക്കണം. ദാനധർമ്മങ്ങളെ കൊണ്ട്, സക്കാത്ത് കൊണ്ട് അതിനെ നിങ്ങൾ ശുദ്ധീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അദ്ദൈത സകാത്തു മാലിക ഫഖദ് അദ്ഹബ്ത അൻഹ ശർറുഹു. നീ നിന്റെ ധനത്തിലെ സക്കാത്ത് കൊടുത്താൽ ആ ധനത്തിലുള്ള എല്ലാ ഉപദ്രവവും നീ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, സക്കാത്തിന്റെ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് ആർക്കും തിന്നാൻ കൊടുക്കരുത്. 2.5% അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അർഹതപ്പെട്ട നമ്മുടെ നിസാബെത്തിയ തുക കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾ അതിന്റെ സക്കാത്ത് കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതിനെ കലക്ട് ചെയ്യാൻ ഒരുപാട് സഹോദരന്മാർ റെഡിയാണ്. നമ്മൾ കൊടുത്താൽ അർഹവരായ ആളുകളിലേക്ക് അവരതെത്തിക്കും. അതുകൊണ്ട് നമ്മളുടെ ബാധ്യതകളൊന്നും ബാക്കി വെച്ചിട്ട് ഇവിടുന്ന് പോകരുത്. കാരണം പോകുമ്പോ ഒന്നും നമ്മൾ കൊണ്ടുപോവില്ല. ഇടങ്ങേറായ കുറെ അവസ്ഥയുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. അതുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മുടെ ധനത്തെ ശുദ്ധീകരിക്കണം, നമ്മുടെ കുടുംബത്തെ ശുദ്ധീകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നല്ലത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തുവാനും തിന്മകളെ പരിപൂർണമായി വിഭാടനം ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ പരിപൂർണമായ പുണ്യം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശമനം നൽകുമാറാവട്ടെ. മരിച്ചുപോയ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عنا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه محمد وآله وصحبه أجمعين. والحمد لله رب العالمين. أقم الصلاة. والحمد لله رب العالمين. أقم الصلاة. والحمد لله رب العالمين. أقم الصلاة.